എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു മഷ്റൂം പൊട്ടറ്റോ മസാലയാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറി തന്നെയാണ്. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പൊ നമുക്ക് പൊട്ടറ്റോ മഷ്റൂം മസാല തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 200 ഗ്രാം ബട്ടൺ മഷ്റൂം എടുത്തിട്ടുണ്ട്. ഞാനിത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3-4 തണ്ട് കറിവേപ്പില, ഒരു ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തത്, 2 സവാള മുറിച്ചെടുത്തത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു പച്ചമുളക് കട്ട് ചെയ്തെടുത്തത്. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ, കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. അതുപോലെ തന്നെ ഒരു വലിയ തക്കാളി മുറിച്ചെടുത്തത്, 1 ടീസ്പൂൺ മുളക് പൊടി. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എരിവെള്ള മുളക് പൊടി ഉപയോഗിക്കാം കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിൽ പെപ്പറിന്റെ ഫ്ലേവറാണ് കുറച്ച് മുന്നിട്ട് നിൽക്കുക. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, അല്ലാന്നുണ്ടെങ്കിൽ ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ ആവശ്യത്തിന് ചൂടുവെള്ളം വേണം. കടായി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം, ഇളക്കി കൊടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് വഴച്ചെടുക്കാം. ഇപ്പം സവാള ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ചേർക്കാം, കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന്റെ പച്ചമണം മാറി ഈ സവാള ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആവണ വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ, ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡായിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി ഇത് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുളക് പൊടി, മല്ലിപ്പൊടി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് മതി. ഇനി നമുക്കിതിലേക്ക് മുറിച്ച് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി തക്കാളി നന്നായിട്ട് വെന്ത് വരുന്ന വരെ അടച്ചു വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പൊ തക്കാളി നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ തുറന്ന് ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ. ഈ തക്കാളി നന്നായിട്ട് തന്നെ കുക്കായിട്ട് വരണം, എന്നാലാണ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച മഷ്റൂം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇനി ഇത് അടച്ചു വെക്കാം. അതിനുശേഷം ഒരു 6-7 മിനിറ്റ് ഇതുപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇത് തുറന്നതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് നല്ല ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് എത്ര ഗ്രേവി വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച്. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കറിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. വെള്ളം പോരാ, ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മൊത്തം 1/4 ഗ്ലാസ്. ഇപ്പൊ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിതിലേക്ക് ഒഴിച്ച വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരണം. അതോടൊപ്പം ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവണം. മഷ്റൂം പിന്നെ പെട്ടെന്ന് തന്നെ വെന്ത് വരും. നമ്മളിത് സ്ലോലി കുക്ക് ചെയ്തെടുക്കുമ്പോഴാണ് ഈ കഷ്ണങ്ങളുടെ ഉള്ളിലേക്കൊക്കെ മസാലയൊക്കെ കറക്റ്റായിട്ട് അങ്ങോട്ട് പിടിക്കുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരട്ടെ. ഇനി തുറന്ന് നോക്കാം. ഞാനിത് വേവാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരുന്നു. വെള്ളം കുറവായിരുന്നു നേരത്തെ. ഇനി നമുക്ക് ഒരു ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണം എടുത്തത് കുക്കായിട്ടുണ്ടോ എന്ന് നോക്കാം. കണ്ടില്ലേ, കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. മഷ്റൂം പിന്നെ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരുന്ന ഒരു സംഭവം തന്നെയാണ്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് മതി. ഇപ്പോൾ ഞാൻ ഈ ഒരു തിക്നെസ്സോട് കൂടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഗ്രേവി തന്നെയാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ
കുറച്ചും കൂടി ലൂസായിട്ട് എടുക്കാം കേട്ടോ. ഇതിനി തണുക്കുമ്പോൾ ഒന്നും കൂടി തിക്കായിട്ട് വരും. ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം പറയാം എങ്ങനെയുണ്ടെന്ന്. ഇത് അത്യാവശ്യം നല്ല സ്പൈസി തന്നെയാണ്. കുരുമുളകിൻ്റെ ഫ്ലേവറാണ് ശരിക്കും പറഞ്ഞാൽ മുന്നിട്ട് നിൽക്കുന്നത്. ഉപ്പ് കുറച്ച് കുറവാണ്, ഞാൻ കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം പൊട്ടറ്റോ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കിടിലനായിട്ടുള്ള ഒരു കറി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിമിഷാസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാം, അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.